ഈ ജീവിതത്തില് ആഗ്രഹിക്കുന്നത് ധന്യമായ ഒരു ജീവിതം നയിക്കണമെന്നാണ്. അതറിഞ്ഞുകൊണ്ടായിരിക്കണം ഗുരുദേവൻ ദൈവദശകത്തിന്റെ അവസാനത്തെ വരി എഴുതിയത്. ആഴമേറും നിൻ മഹസ്സാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. അവസാനത്തെ വാക്ക് സുഖത്തോടുകൂടി ആഴണം വാഴണം. അപ്പൊ നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തില് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം, ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം രണ്ടും, ലക്ഷ്യവും മാർഗവും ധന്യമായ ഒരു ജീവിതം നയിക്കാനാണ് നാം ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ധന്യമായ ഒരു ജീവിതം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? യൂസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ, പർപ്പസ്ഫുൾ ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള ജീവിതം. 4 ഇംഗ്ലീഷ് വാക്ക്. യൂസ്ഫുൾ ആയിരിക്കണം. നമ്മൾ എത്ര കാലം ജീവിക്കുന്നു എങ്കിലും ആ ജീവിതം കൊണ്ട് നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ടവർക്കുമെല്ലാം നമ്മുടെ ജീവിതം കൊണ്ട് പ്രയോജനമുണ്ടാകണം. പർപ്പസ്ഫുൾ, ഒരു ലക്ഷ്യത്തോടു കൂടിയ, ലക്ഷ്യബോധത്തോടു കൂടിയ ജീവിതമായിരിക്കണം നമ്മൾ നയിക്കുന്നത്. ഫ്രൂട്ട്ഫുൾ, ഈ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മവും അത് ഫലപ്രദമാവണം, ഫ്രൂട്ട്ഫുൾ ആവണം, ഫലപ്രദമായ ഒരു ജീവിതം. പീസ്ഫുൾ ആയിട്ടുള്ളത്, ശാന്തമായൊരു ജീവിതം. ഈ ജീവിതമാണ് ആഴണം വാഴണം സുഖം. സുഖത്തോടുകൂടി നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കാം. പ്രിപ്പറേഷൻ ഫോർ ലിവിംഗ് ഈസ് നോട്ട് എ ലൈഫ്, എക്സ്പീരിയൻസ് ഓഫ് ലിവിംഗ് ഈസ് ലൈഫ് എന്ന് പറയാറുണ്ട്. ജീവിക്കാൻ വേണ്ടി തയ്യാറെടുക്കലല്ല ജീവിതം, ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോവലാണ് ജീവിതം. ജീവിക്കാൻ വേണ്ടി തയ്യാറെടുക്കലല്ല ജീവിതം, മറിച്ച് ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതെല്ലാം ആസ്വദിച്ചു കൊണ്ടുപോവാൻ സാധിച്ചാൽ അതാണ് നമ്മുടെ എല്ലാം ജീവിതം. കഴിഞ്ഞ നൂറ്റാണ്ടില് ഈ ദിവസം നമ്മൾ ആരും ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. അടുത്ത നൂറ്റാണ്ടിൽ ഈ ദിവസവും നമ്മൾ ആരും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. അത് ഉറപ്പാണ്. ലാസ്റ്റ് സെഞ്ച്വറി ദിസ് ഡേ വി വർ നോട്ട് ഹിയർ. നെക്സ്റ്റ് സെഞ്ച്വറി ദിസ് ഡേ ഓൾസോ we will not be here. അപ്പോ ഫസ്റ്റ് ബ്രെത്ത് മുതൽക്ക് ലാസ്റ്റ് ബ്രെത്ത് വരെ, ദ ഡേ ഓഫ് ബർത്ത്, ഡി ഓഫ് ബി മുതൽക്ക് ഡി ഓഫ് ഡി, അവസാനത്തെ ദിവസം വരെ എത്ര കാലം ജീവിച്ചു എന്നുള്ളതിനേക്കാൾ പ്രധാനപ്പെട്ടത് എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ്. ഹൗ ലോങ് യു ആർ ലിവിംഗ് ലെസ് ഇമ്പോർട്ടന്റ്, ഹൗ യു ആർ ലിവിംഗ് ഈസ് മോർ ഇമ്പോർട്ടന്റ്.